കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബസ് ടെർമിനൽ നിർമ്മാണത്തിന് തറക്കല്ലിട്ട് 1.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പദ്ധതി ഇന്നും ഫയലിൽ തന്നെ. 2009 തറക്കല്ലിട്ട പദ്ധതിയോട് തികഞ്ഞ അവഗണനയാണ് മാറി മാറി വന്ന സർക്കാരുകൾ കാണിച്ചത്. ഗതാഗതക്കുരുക്ക്, പാർക്കിംഗും പ്രതിസന്ധിയും രൂക്ഷമാകുമ്പോൾ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് BJP. എം ഭാസ്കരൻ മേയറായിരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലാണ് മെഡിക്കൽ കോളേജ് ബസ് ടെർമിനൽ പദ്ധതി വിഭാവനം ചെയ്തത്. തുടർന്ന് 2003 മാവൂർ റോഡിനോട് ചേർന്ന ടെർമിനലിന് സ്ഥലം കണ്ടെത്തി. 5 ലക്ഷം ചതുരശ്ര അടിയിൽ 200 കോടി രൂപ ചിലവിലായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. 2009 അന്നത്തെ തദ്ദേശ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി 3 ഏക്കറിൽ BOT അടിസ്ഥാനത്തിൽ ബസ് ടെർമിനൽ നിർമ്മാണത്തിന് തറക്കല്ലിട്ടെങ്കിലും തുടർന്ന് വന്ന UDF സർക്കാർ പദ്ധതി അട്ടിമറിച്ചെന്നാണ് ആരോപണം. എല്ലാ കൗൺസിലിലും എല്ലാ ഇലക്ഷനിലും കോർപ്പറേഷന്റെ ഇവിടുത്തെ കൗൺസിലിൽ മത്സരിക്കുന്ന ആളുകളെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്. ആ വാഗ്ദാനം എല്ലാ വർഷവും കോർപ്പറേഷൻ കഴിയും വരില്ല. അപ്പം 10-20 വർഷങ്ങളായി ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഗത്തുനിന്നും മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന തിരക്ക് പിടിച്ച സ്ഥലമാണ്. ഇവിടെ ബസ് സ്റ്റാൻഡിലത്തെ ആളുകൾ, കാൽനട യാത്രക്കാർ എത്രയോ ആക്സിഡന്റ് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജ് മാത്രമുള്ളൊരു ബസ് സ്റ്റാൻഡ് കോഴിക്കോട് കോർപ്പറേഷനിൽ വരാത്തൊരു ബസ് സ്റ്റാൻഡുള്ളൂ. അഴിമതി ആരോപണത്തെ തുടർന്ന് 2011 വിജിലൻസ് കേസ് ഫയൽ ചെയ്തതോടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2023 കേസുകൾ തള്ളിയെങ്കിലും പദ്ധതി പുനരാരംഭിച്ചില്ല. ആഭ്യന്തര വകുപ്പിന്റെ പരിധിയിലുള്ള 60 സെന്റ് സ്ഥലം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോഴത്തെ പ്രധാന കുരുക്ക്. ഫയൽ വിവിധ ഓഫീസുകളിൽ കറങ്ങുകയാണെന്നാണ് ആക്ഷേപം. മെഡിക്കൽ കോളേജ് പരിസരത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും പാർക്കിംഗ് പ്രതിസന്ധിക്കും പരിഹാരമാകേണ്ട പദ്ധതിയാണ് ചുവപ്പുനാടയിൽ കുരുങ്ങി കറങ്ങുന്നത്. ജനം, കോഴിക്കോട്.